Good morning. Today we are going to discuss eccentricity method of ellipse construction. Here a question is given for you. One focus of an ellipse is at a distance of 30 mm from its directrix. Draw an ellipse given the eccentricity as 3 by 5. Draw a tangent and a normal at a point 40 mm from the center of the ellipse. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സെൻട്രിസിറ്റി മെത്തേഡിൽ എങ്ങനെ ഒരു എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ എന്നാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സെൻട്രിസിറ്റി E is equal to 3/5 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ DD റെപ്രസെന്റ് ചെയ്യുന്നത് ഡയറക്ട്രിക്സിനെയാണ്, AA ഡാഷ് റെപ്രസെന്റ് ചെയ്യുന്നത് ആക്സിസിനെയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു എലിപ്സ് വരച്ചിട്ടുണ്ട്. എലിപ്സിൽ രണ്ട് ഫോക്കസ് ഉണ്ടായിരിക്കുമല്ലോ, രണ്ട് ഫോക്കസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എഫും എഫ് ഡാഷും. അതുപോലെ എലിപ്സിന് രണ്ട് വെർട്ടെക്സ് ഉണ്ടായിരിക്കുമല്ലോ, വിയും വി ഡാഷും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എലിപ്സിലെ ഒരു ആർബിട്രറി പോയിന്റ് ആണ് പി. ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിരിക്കുകയാണ് പി എന്നുള്ള പോയിന്റ്. സോ നമുക്ക് എങ്ങനെ എക്സെൻട്രിസിറ്റി എഴുതാം? എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? പോയിന്റിൽ നിന്ന് ഫോക്കസിലോട്ടുള്ള ഡിസ്റ്റൻസ് പി എഫ് ഡിവൈഡഡ് ബൈ പോയിന്റിൽ നിന്നും ഡയറക്ട്രിക്സിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ ഞാനൊരു എസ് എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ എന്തായിരിക്കും? പി എസ് അല്ലെ. നമ്മുടെ വി എന്ന് പറയുന്ന പോയിന്റ്, വെർട്ടെക്സ് എന്ന് പറയുന്ന പോയിന്റും എലിപ്സിന്റെ ഒരു പോയിന്റ് തന്നെയല്ലേ. സോ വെർട്ടെക്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എക്സെൻട്രിസിറ്റി എഴുതാം? എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു വെർട്ടെക്സിൽ നിന്നും ഫോക്കസിലോട്ടുള്ള ഡിസ്റ്റൻസ് വി എഫ്, വെർട്ടെക്സിൽ നിന്നും ഡയറക്ട്രിക്സിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബി എ അല്ലെ. ഇപ്പോ എക്സെൻട്രിസിറ്റിയെ നമുക്ക് വെർട്ടെക്സിന്റെ ടേമിലും എഴുതാം. ഈസ് ഈക്വൽ ടു വി എഫ് ബൈ വി എ. വി എഫ് ബൈ വി എ എന്ന് പറയുന്നത് നമ്മുടെ എക്സെൻട്രിസിറ്റി 3/5 ഈക്വൽ ആയിരിക്കില്ലേ. സോ എ എഫ് എന്നുള്ള ഡിസ്റ്റൻസിന് 3/5 അല്ലേ എക്സെൻട്രിസിറ്റി. അപ്പൊ 3 + 5 എത്രയാണ്? 8. സോ എന്ത് ചെയ്യുക? എ എഫ് എന്നുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റുക. അപ്പൊ വി എഫിന് കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് 3 ആണ്, വി എക്ക് കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് 5 ആണ്. സോ നമുക്ക് വി എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്തുകൂടെ? എക്സെൻട്രിസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ. സോ ഇതാണ് എക്സെൻട്രിസിറ്റി മെത്തേഡിന്റെ നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് ഡി ഡി എന്നുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ ആയിരിക്കും ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എ മാർക്ക് ചെയ്യുക. എയിൽ നിന്നും ആക്സിസ് വരയ്ക്കുക. ആക്സിസ് ആയിരിക്കും എ ഡാഷ്. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ലെങ്ത്തിൽ ആക്സിസ് വരയ്ക്കാവുന്നതാണ്. ക്വസ്റ്റ്യനില് നമുക്ക് ഫോക്കസിലോട്ടുള്ള ഡിസ്റ്റൻസ് 30 mm ആണെന്ന് തന്നിട്ടുണ്ട്. സോ എ എന്നുള്ള പോയിന്റിൽ നിന്നും 30 mm മാർക്ക് ചെയ്യുക. ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ ഫോക്കസ്. മാർക്ക് ഇറ്റ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എ എഫ് എന്നുള്ള ഡിസ്റ്റൻസിനെ 8 ഈക്വൽ പാർട്സ് ആക്കുകയാണ്. കാരണം നമുക്ക് എക്സെൻട്രിസിറ്റി 3/5 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെർട്ടെക്സ് എന്ന് പറയുന്നതും എലിപ്സിന്റെ ഒരു പോയിന്റ് ആണ്. സോ ഫോക്കസിൽ നിന്ന് ഇങ്ങോട്ട് 3 പാർട്സ് മാറിക്കഴിഞ്ഞ് നമുക്ക് വെർട്ടെക്സ് മാർക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഞാൻ എ എഫിനെ ഇവിടെ 8 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. സോ ഫോക്കസിൽ നിന്നും ഇങ്ങോട്ട് 3 പാർട്സ് എടുക്കുന്നു. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്. അതായത് നമ്മുടെ 5th എന്നുള്ള പോയിന്റിലായിരിക്കും നമ്മുടെ വെർട്ടെക്സ് വരുന്നത്. അവിടെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ വി എന്ന് മാർക്ക് ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ വെർട്ടെക്സ് പോയിന്റിലൂടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. സോ വി എഫ് എന്നുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. നമ്മളിപ്പോ വെർട്ടെക്സിലൂടെ വരച്ച ലൈനിലൂടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇപ്പൊ കിട്ടിയ പോയിന്റിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് മാർക്ക് ചെയ്യാം. ഹിയർ വി എഫ് ഈസ് ഈക്വൽ ടു വി ഇ അല്ലെ. ഇവിടെ വി എഫ് വിക്ക് ഈക്വൽ ആയിരിക്കും. എ ഇ ജോയിൻ ചെയ്യുക, ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അടുത്തതായിട്ട് ചെയ്യേണ്ടത് വെർട്ടെക്സ് പോയിന്റിന്റെ റൈറ്റ് സൈഡിലോട്ട് അഥവാ ഈ പോർഷനിലോട്ട് നമ്മൾ നമ്പർ ഓഫ് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഞാനിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് 1, ഇവിടെ ഒരു പോയിന്റ് 2 മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് 3 മാർക്ക് ചെയ്തിട്ടുണ്ട്,
ഇവിടെ ഒരു പോയിന്റ് 4, ഇവിടെ ഒരു പോയിന്റ് 5, ഇവിടെ ഒരു പോയിന്റ് 6, ഇവിടെ ഒരു പോയിന്റ് 7. ഇങ്ങനെ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. നമുക്ക് വേർട്ടെക്സിന്റെ റൈറ്റ് സൈഡിലോട്ട് ഒരുപാട് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആവണമെന്നില്ല. എലിപ്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ എലിപ്സ് ഒരു ക്ലോസ്ഡ് കർവ് ആണ്. സോ നമുക്ക് ഏറ്റവും അടുത്തടുത്തായിട്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യുക, എന്നാൽ നമുക്കതൊരു സ്മൂത്ത് കർവായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. എന്നാൽ ഹൈപ്പർബോളയും പരാബോളയും ക്ലോസ്ഡ് കർവ്സ് അല്ല, അവ ഓപ്പൺ കർവ്സ് ആണ്. സോ നമുക്കൊരു 5 or 6 പോയിന്റ്സ് മാർക്ക് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. പക്ഷേ എലിപ്സിന്റെ കേസിൽ നമുക്ക് കുറച്ചും കൂടെ പോയിന്റ്സ് വേണ്ടി വരും. കാരണം എന്താണ്? ക്ലോസ്ഡ് കർവ്സ് ആണ്. ഓക്കെ, നമ്മൾ അടുത്തടുത്ത് പോയിന്റ്സ് മാർക്ക് ചെയ്യും തോറും നമുക്ക് കൂടുതൽ സ്മൂത്ത് ആയിട്ടുള്ള കർവ് വരയ്ക്കാൻ കഴിയും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 7 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പോയിന്റ്സ് മാർക്ക് ചെയ്തത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുകളിലാണ് 1 2 3 4 5 6 7 എന്ന് എഴുതിയിട്ടുള്ളത്. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്സിലൂടെ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. സോ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റ്സിലൂടെ വെർട്ടിക്കൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ 1 2 3 4 5 6 7 എന്നുള്ള പോയിന്റ്സിലൂടെ വെർട്ടിക്കൽ ലൈൻസ് വരച്ചപ്പോൾ ഇവിടേക്ക് അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. സോ കറസ്പോണ്ടിങ് പോയിന്റ്സിനെ നമുക്ക് 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ് 5 ഡാഷ് 6 ഡാഷ് 7 ഡാഷ് എന്നിങ്ങനെ മാർക്ക് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1 ഡാഷ് റേഡിയസ് ആയിട്ട് എടുക്കുക. ഫോക്കസിൽ വെച്ച് നമ്മുടെ വെർട്ടിക്കൽ ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. മുകളിലും കട്ട് ചെയ്യണം, അതുപോലെ താഴെയും കട്ട് ചെയ്യണം. ഇതുപോലെ 2 ഡാഷ് റേഡിയസ് ആയിട്ട് എടുക്കുക. ഫോക്കസിൽ വെച്ച് 2ലൂടെയുള്ള വെർട്ടിക്കൽ ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. മുകളിലും കട്ട് ചെയ്യുക, താഴെയും കട്ട് ചെയ്യുക. അതുപോലെ 3 ഡാഷ് റേഡിയസ് ആയിട്ട് എടുക്കുക. ഫോക്കസിൽ വെച്ച് 3 എന്നുള്ള വെർട്ടിക്കൽ ലൈനിലൂടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. മുകളിലും താഴെയും കട്ട് ചെയ്യുക. ഇതുപോലെ 4 5 6 7 പോയിന്റ്സിലും ചെയ്യുക. 7 ഡാഷ് റേഡിയസ് ആയിട്ട് എടുക്കുക. ഫോക്കസിൽ വെച്ച് ഒരു ആർക്ക് കട്ട് ചെയ്യുക 7 എന്നുള്ള ലൈനിൽ. സോ ക്ലോസ്ഡ് കർവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2-3 പോയിന്റും കൂടെ ആവശ്യമായിട്ട് വരും. എന്നാൽ മാത്രമേ ഇത് സ്മൂത്ത് ആയിട്ട് വരയ്ക്കാൻ കഴിയുകയുള്ളൂ. സോ ഞാൻ 2 പോയിന്റ്സും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 8 എന്നുള്ളൊരു പോയിന്റും അതുപോലെ 9 എന്നുള്ളൊരു പോയിന്റും. 8ലൂടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക, അതുപോലെ 9ലൂടെയും വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. 8 ഡാഷ് 9 ഡാഷ് എന്ന് മാർക്ക് ചെയ്യുക. 8 ഡാഷ് റേഡിയസ് ആക്കി എടുക്കുക. ഫോക്കസിൽ വെച്ച് 8ലൂടെയുള്ള ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. 9 ഡാഷ് റേഡിയസ് ആയിട്ട് എടുക്കുക. ഫോക്കസിൽ വെച്ച് ഒരു ആർക്ക് കട്ട് ചെയ്യുക. സോ നമ്മൾ 9 ഡാഷ് റേഡിയസ് എടുത്ത് ഫോക്കസിൽ വെച്ച് വെർട്ടിക്കൽ ലൈനിലൂടെ ആർക്ക് കട്ട് ചെയ്തപ്പോൾ അത് നമ്മുടെ ആക്സിസിലൂടെയാണ് പാസ് ചെയ്തത്. സോ നമുക്കിത് എൻഡ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്കിപ്പോൾ കിട്ടിയ പോയിന്റ്സിനെ ഒന്ന് ഡാർക്കൻ ചെയ്യുക. ഈ പോയിന്റ്സിലൂടെ ഒരു സ്മൂത്ത് കർവ് വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ റിക്വയർഡ് എലിപ്സ്. സോ ഈ ഒരു പോയിന്റിനെ നമുക്ക് രണ്ടാമത്തെ വേർട്ടെക്സ് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. 2 വേർട്ടെക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തെടുക്കുക. 90 സെന്റിമീറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്. സോ സെന്റർ എന്ന് പറയുന്നത് 45 സെന്റിമീറ്ററിലായിരിക്കും. സോ 45 സെന്റിമീറ്ററിൽ നമ്മുടെ സെന്റർ മാർക്ക് ചെയ്യുക. സെന്റർ O ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിലെ എലിപ്സിന്റെ സെന്ററിൽ നിന്ന് 40 mm ഒരു പോയിന്റിൽ ടാൻജന്റും നോർമലും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോമ്പസിൽ 40 mm എടുക്കുക. നമ്മുടെ എലിപ്സിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. സോ ഇതായിരിക്കും നമ്മുടെ P എന്നുള്ള പോയിന്റ്.
ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ഫോക്കസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഫോക്കസ് ലൊക്കേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് VF എന്നുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. വിയിൽ വെച്ച് രണ്ടാമത്തെ വേർട്ടെക്സിൽ വെച്ച് നമ്മുടെ ആക്സിസിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഈ പോയിന്റ് ആയിരിക്കും നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് F' എന്ന് മാർക്ക് ചെയ്യുക. സോ നമ്മുടെ P എന്നുള്ള പോയിന്റിനെ F' ജോയിൻ ചെയ്യുക. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡയറക്ട്രിക്സ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് രണ്ടാമത്തെ ഡയറക്ട്രിക്സ് വരക്കണം. സോ അതിന് വേണ്ടിയിട്ട് VA എന്നുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ മെഷർ ചെയ്തെടുക്കുക. V എന്നുള്ള പോയിന്റിൽ വെച്ച് ആക്സിസിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. വിനെ വേണമെങ്കിൽ നമുക്ക് V' എന്ന് മാർക്ക് ചെയ്യാം. സോ ഇപ്പോൾ കിട്ടിയ പോയിന്റ് A' ആയിരിക്കും. ഈ പോയിന്റിലൂടെ വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും നമ്മുടെ ഡയറക്ട്രിക്സ്. നമ്മളിവിടെ P എന്നുള്ള പോയിന്റും F' ജോയിൻ ചെയ്തിരുന്നു. ഇനി PF' പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഡയറക്ട്രിക്സിലോട്ട് ആ പെർപെൻഡിക്കുലർ എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ പോയിന്റിനെ ഞാൻ T എന്ന് മാർക്ക് ചെയ്യുന്നു. Then TP ജോയിൻ ചെയ്യുക. Here also mark T. ഇത് 90 ഡിഗ്രി ആണ് കേട്ടോ. നമ്മൾ പെർപെൻഡിക്കുലർ അല്ലേ വരച്ചിട്ടുള്ളത്. സോ TPT ആയിരിക്കും P എന്നുള്ള പോയിന്റിലൂടെയുള്ള റിക്വയർഡ് ടാൻജന്റ്. ഇനി നമ്മൾ നോർമൽ വരയ്ക്കണം. സോ ടാൻജന്റിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആയിരിക്കും അവിടുത്തെ നോർമൽ. മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. മാർക്ക് ഇറ്റ് ആസ് N. ഇവിടെ ഓൾറെഡി P ഉണ്ട്. സോ ഇതായിരിക്കും P എന്നുള്ള പോയിന്റിലെ നോർമൽ. NP N' എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ TPT ആയിരിക്കും ടാൻജന്റ്. ഓക്കെ, താങ്ക് യു.